നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. എൻ്റെ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ മേ ബി ഒരു 1 വീക്ക് എടുക്കാം. നമുക്ക് 1 വീക്കിൽ പേഴ്സണൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ പേഴ്സണൽ എന്താണ്. നിങ്ങൾ ഇത് കോൺടാക്റ്റ് ഉള്ള ആൾക്കാർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കോൺടാക്റ്റ് ഇല്ലെങ്കിലും ശരി. ഓക്കെ, നിങ്ങൾക്ക് കോൺടാക്റ്റ് വരുമോ ആ രീതിക്ക് നോക്കാം. പ്ലസ് എന്തൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി കുറേ നേരം ഷഫിൾ ചെയ്യുന്നു. ഞാൻ ടോപ്പിക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷഫിൾ ചെയ്തു. ഓക്കെ, ഇതെന്താ 19 ഫിഷ് ഉണ്ട് ഇവിടെ. ഓക്കെ കീ ആൻഡ് ഗാർഡൻ. ഇതിവിടെ ബ്രിഡ്ജ് ഉണ്ട്. എനിക്ക് ഇത് ഏതാ കാർഡ് എന്ന് സോറി, ഇതിൻ്റെ ബുക്ക്ലെറ്റ് ഉണ്ട്. ഇതിൽ കുറേ എണ്ണമൊക്കെ എനിക്കിപ്പോൾ ബൈഹാർട്ടായി. ചില സമയത്തൊരു കൺഫ്യൂഷൻ വരും, കറക്റ്റ് ഓർമ്മയുണ്ടാവില്ല ഏതാണ്. ലെറ്റ് മീ സീ. ടവറാണ്. ഓക്കെ, എനിക്കതായിരുന്നു സംശയം. ഓക്കെ, ടവർ തന്നെയാണ്. ഓക്കെ, ടവർ ഐ നോ വാട്ട് ഇസ് ഇറ്റ്. ഓക്കെ, ബാക്കിയെല്ലാം എനിക്കറിയാം. ഫിഷ്, വിഷിംഗ് വെൽ. ഓക്കെ, 33 കൂടി ഒന്ന് കൺഫേം ചെയ്തേക്കാം. ഓക്കെ, കീ ആണ്. യെസ്, ഓക്കെ, ഗുഡ്. ഗാർഡൻ. ഓക്കെ, ശരി. ഇതിൽ ഇത് ഫസ്റ്റ് വൺ ടവർ കാർഡാണ്. ടവർ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ടാരോയിൽ കാണുന്നത് ആക്ച്വലി എന്താ പറയുക, എന്തെങ്കിലും തകർച്ച എന്ന രീതിയിലാണ്. പക്ഷെ ഇവിടെ തകർച്ച എന്നെടുക്കുന്നില്ല. ഇവിടെ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, തടസ്സങ്ങൾ എന്ന രീതിക്കായിരിക്കാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. തകർച്ച വന്നു എന്ന് പറയുന്നില്ല. പക്ഷെ ഇതിൽ, കാരണം ഇത് ഈ കാർഡ് അങ്ങനെയല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം, ഒരു എന്താ പറയുക, ഒരു കാസലിൽ നിങ്ങൾ പോയി ഇരിക്കുക. ഈ ഒരു കാസലിൽ, ടവറിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലിംഗ് വരും അല്ലേ. സോ മേ ബി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലൊരു ചെറിയ അകൽച്ചയായിരിക്കാം. എന്തെങ്കിലും ഒരു ബൗണ്ടറി വെക്കുക എന്നൊക്കെ പറയില്ലേ, ഒരു വലിയ കോട്ടറുള്ളിലാണ് അല്ലേ. ആ വലിയ കോട്ടറുള്ളിൽ ഒരാളിരിക്കുന്നു, ഒരാൾ പുറത്ത് എന്ന രീതിക്ക് നിങ്ങൾ സങ്കല്പിക്കൂ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ തമ്മിൽ മേ ബി ഒരു ഡിസ്റ്റൻസ് ആയിരിക്കാം, അകൽച്ചയായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രോബ്ലം തൽക്കാലം ഉണ്ടാവാം. ഒരു ബൗണ്ടറി എന്ന രീതിക്കാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓക്കെ ഒരു ഇപ്പോൾ തൽക്കാലം എന്തോ ഒരു പ്രോബ്ലം ഉള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഫിഷ് പറയുന്നത് നമുക്കൊരു ഫൈനാൻഷ്യൽ ലക്കാണ്, അല്ലെങ്കിൽ ലക്ക് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു ബെനിഫിറ്റ് വരാൻ പോകുന്നു എന്നാണോ കാണുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ലക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ്. ആൻഡ് ഇവിടെ ആക്ച്വലി ആ മാറ്റം ഐ തിങ്ക് എന്താ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ആഗ്രഹം മേ ബി ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കും എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, സോ മേ ബി നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടാവാം യൂണിവേഴ്സിനോട്. വിഷിംഗ് വെല്ലാണിത്. നമ്മൾ ഇങ്ങനെ കോയിൻ ഇട്ടിട്ട് നമ്മൾ ആഗ്രഹം പറയില്ലേ, അങ്ങനെയാണ്. സോ ഇതിൽ മേ ബി നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹം ഓൾറെഡി യൂണിവേഴ്സിനോട് പറയുന്നുണ്ടാവും, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ആൻഡ് ആ ആഗ്രഹം നിങ്ങൾക്ക് നടക്കും എന്ന് തന്നെയാണ്. ഇവിടെ ഇതും പറയുന്നത് കീ ആണ്, സൊല്യൂഷനാണ്. സോ എന്തെങ്കിലും അങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കോട്ടയുടെ നിങ്ങൾ അടച്ചുപൂട്ടി ഇങ്ങനെ നിങ്ങൾ പെട്ടിരിക്കുന്നു എന്നാണെങ്കിൽ ഒരു കീയും കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ വരുമായിരിക്കും. ഓക്കെ, നല്ല രസമുണ്ട് കഥ പോലെ അല്ലേ. ഓക്കെ, മേ ബി ഒരു സൊല്യൂഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. കീ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇട്ട് തുറക്കാനുള്ള, താഴിനെ തുറക്കാനുള്ള ഒരു ഇത് കിട്ടും. സോ മേ ബി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ വരും എന്നും കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ആക്ച്വലി ഒരു ഫംഗ്ഷൻ്റെ കാര്യം കൂടിയാണ് കാണിക്കാറ്. മേ ബി ഒരു ഫംഗ്ഷൻ അങ്ങനത്തെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫംഗ്ഷനിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഫംഗ്ഷൻ, മേ ബി ഒരു മാരേജ് അല്ലെങ്കിൽ സെറിമണി എന്ന രീതിക്ക് എടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ്, ലൈക്ക് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കാണാനോ മീറ്റ് ചെയ്യാനോ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യാനോ ഒക്കെ ഉള്ള സാധ്യതയാണ്. സോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ട്. ഓക്കെ, ആ പ്രശ്നങ്ങൾ മാറി വരും എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഞാൻ കുറച്ച് കാർഡ്സ് കൂടി ഇതിൽ തന്നെ എടുത്തേക്കാം. പേഴ്സൻ്റെ ഫീലിങ്സിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഓ വാവ്. ഓക്കെ, ഫ്യൂച്ചറിലേക്കാണ്. ഫ്യൂച്ചറിലേക്ക്. വെരി ഗുഡ്.
സോറി, കാർഡ് കാണിക്കാൻ പാടില്ല. കാർഡ്, ചില കാർഡ്സ് നമ്മൾ കാണിക്കാൻ പാടില്ല യൂട്യൂബിൽ. ഓക്കെ, ബാൻ ചെയ്യവർ, സെൻസേർഡ് ആണെന്ന് പറയാം. വൺ മോർ കാർഡ്, ലാസ്റ്റ് വൺ. ഓക്കെ, 3. ഇത് വീണ്ടും വന്നു, നേരത്തെ ഷഫിൾ ചെയ്ത്. ഓക്കെ, ഇതിവിടെ ഇതൊരു ബ്രിഡ്ജാണ്. ഓക്കെ, ബ്രിഡ്ജ് എന്ന് പറയുമ്പോഴും നമ്മൾ എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കണക്ട് ചെയ്യലാണ്. സോ നിങ്ങൾ തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്കൊരു അവസരം കിട്ടും, ഒന്നിക്കാനുള്ളൊരു അവസരം കിട്ടും എന്നാണ്. മറികടക്കാൻ പറ്റും, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇത് സോൾമേറ്റ് കാർഡാണ് നമ്മുടെ. ഓക്കെ, സോ 2 ഓഫ് കപ്സ് അല്ലെങ്കിൽ സോൾമേറ്റ് കാർഡായിട്ട് നമുക്ക് എടുക്കാം. സോ നിങ്ങൾ തമ്മിൽ വളരെ ഡീപ്പ് സോൾമേറ്റ് ബോണ്ടാണ്, നിങ്ങൾ തമ്മിൽ വളരെ അധികം ലൈക്ക് സ്ട്രോങ് കണക്ഷൻ ആണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സ്വാൻ എന്ന് പറയുന്നത് തന്നെ നമ്മളെപ്പോഴും ലവിൻ്റെ സിമ്പിളായിട്ടാണ് എടുക്കാറ്. അതിൻ്റെ അത് അങ്ങനെ ഹാർട്ടിനെ പിടിച്ചിട്ടുണ്ട്. ഹാർട്ടാണ് ഇത് ആക്ച്വലി. സോ ഹാർട്ടിനുള്ള കാർഡാണ്. ഹാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ വളരെ സോൾമേറ്റ് കണക്ഷൻ എന്ന രീതിക്കാണ് ഇവിടെ കാണുന്നത്. ബട്ട് യെസ്, നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേറെ ആരോ ആണ് പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, മൈസ് എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, സൂക്ഷിക്കാനുണ്ട്. വീട്ടിനുള്ളിൽ എലി കയറാണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇടയിൽ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഒന്ന് കണ്ണ് വയ്ക്കൂ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കൂ. അങ്ങനെയുള്ളവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അകറ്റി നിർത്തുക, മാറ്റി നിർത്തുക, ക്ലീൻ ചെയ്ത് വിടുക. ഓക്കെ, സോ മൈസ്, എലികൾ കയറിയിട്ട് നിങ്ങളുടെ ഇടയിൽ കറണ്ട് തിന്നുന്നതാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. തേർഡ് പാർട്ടി, അതിപ്പോൾ തേർഡ് പാർട്ടി റിലേഷൻ ആവാം, അല്ലെങ്കിൽ ഫാമിലി ആവാം, ഓക്കെ, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ എന്തും ആവാം. ഈവൻ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓക്കെ, ഒരു മോർണിംഗ് ഇവിടെ വരുന്നുണ്ട്, നിങ്ങളൊന്ന് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ കൂടെ ഉള്ളവർ ഓക്കെ, വീട്ടിനുള്ളിൽ കയറാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നശിപ്പിക്കുമെന്ന് പറയില്ലേ. സോ അങ്ങനെ ഒരു ഇതാണ് കാണുന്നത്. സോ സൂക്ഷിക്കുക നിങ്ങൾ. ഓക്കെ, ബട്ട് യെസ്, ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് അഗൈൻ ഇവിടെ മാരേജിൻ്റെ ഒരു ഓഫർ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ലൈക്ക് ഒരു മോതിരം ആണ് കാണുന്നത്. മോതിരം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ മാരേജ് അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലാത്തവർക്ക് ജസ്റ്റ് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിൽക്കും നിങ്ങളുടെ അടുത്ത് എന്ന് തന്നെയാണ്. കാരണം വളരെ സ്ട്രോങ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നിങ്ങൾക്ക് മറികടക്കാനും പറ്റും എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് വുമൺ ആണ്. വുമൺ ഇങ്ങനെ ഒരു പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു വുമൺ ആണ്. വിൻഡോവിൻ്റെ ഒരു ജനലുണ്ട് ഇവിടെ, ആ ജനലിൽ കൂടി ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. സോ ഇത് നമ്മൾ മെയിൻ ഫീമെയിൽ എന്നാണ് എടുക്കുക. സോ നിങ്ങൾ അവരുടെ ലൈഫിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ്. ഫീമെയിൽ ആവണമെന്നില്ല, മെയിൽ ആയാലും ഓക്കെ, നിങ്ങൾ ജെൻസ് ആയാലും ലേഡീസ് ആയാലും നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തി തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പോലെ അവർക്ക് അവർ വരും എന്ന രീതിക്കാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പേഴ്സണാണ് ഡെഫിനറ്റ്ലി. ഓക്കെ, അവർക്കത് ഫീലിങ്സ് ഉണ്ട്, അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, പാഷൻ ഉണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരല്പം കൺഫ്യൂഷൻ ഉണ്ട് കുറച്ച്. ഓക്കെ, ചില കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആവാനുണ്ട്. മൂണാണ് കാണിക്കുന്നത്. ഒരു അല്പം നമ്മൾ പറയില്ലേ, മേ ബി മൈൻഡ് കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ സിറ്റുവേഷനെ കാരണം മേ ബി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കിയതിൻ്റെ ഒരു കാരണമായിരിക്കാം. ഒരു ചെറിയൊരു കൺഫ്യൂഷൻ്റെ ഒരു ഫേസ് ഇവിടെ കാണുന്നുണ്ട്. ബട്ട് അത് ക്ലിയർ ആയിട്ട് വരും എന്ന് നമുക്കിവിടെ വീണ്ടും ബ്രിഡ്ജ് നമുക്ക് കാണിക്കുന്നുണ്ട്. ദാറ്റ് യു ക്യാൻ ഓവർകം. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ മറികടക്കാൻ സാധിക്കും എന്നാണ്. നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റ് വരെ പ്രതീക്ഷിക്കാൻ പറ്റുന്നവർക്ക്, സിംഗിൾസ് ആണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ഓഫർ തരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലാത്തവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകും. നിങ്ങളൊരു പേഴ്സണെ മീറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എടുത്തു വയ്ക്കുക കുറച്ച് കാർഡ്സ്, എന്നിട്ട് വായിക്കാം. കുറച്ചെണ്ണം അങ്ങോട്ട് തിരിഞ്ഞു. ഓക്കെ, Ace of Cups and one more, last one, the Hermit. എല്ലാം തിരിഞ്ഞിട്ടായിരുന്നു. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സെപ്പറേഷനിൽ ഇരിക്കുന്ന, മീൻസ് നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്നു, അങ്ങനെയായിരിക്കാം. ഐ നീഡ് ടു ബി ലെഫ്റ്റ് അലോൺ, ഐ നീഡ് ടൈം ഇൻ സോളിറ്റ്യൂഡ്, ഐ ആം ടേക്കിംഗ് എ സ്റ്റെപ്പ് ബാക്ക് എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ഒരു സെപ്പറേഷൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. മൂൺ കാർഡും പറയുന്നത് ഇവിടെ മേ ബി പേഴ്സൺ തിങ്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആലോചിക്കുന്നുണ്ട് എന്ന രീതിക്കുമായിരിക്കാം. സോ ഇവിടെ അഗൈൻ ഹെർമിറ്റും ഉണ്ട്. സോ ഹെർമിറ്റും പറയുന്നത്, ഇവിടെയും പറയുന്നത് സോളിറ്റ്യൂഡ്, അതായത് തനിച്ചിരിക്കുക. ഇവിടെയും പറയുന്ന ഹെർമിറ്റും അതേപോലെയാണ്, ഐ നീഡ് ടു ബി അലോൺ റൈറ്റ് നൗ. രണ്ട് കാർഡും നമുക്ക് സെയിം മെസ്സേജാണ് വരുന്നത്. ഓക്കെ, പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ആയിരിക്കാം, അകൽച്ചയായിരിക്കാം, ടോട്ടലി നിങ്ങൾ കുറച്ചായിട്ട് നോ കോൺടാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ
ഓക്കെ, അറ്റ്ലീസ്റ്റ് സൈലൻ്റ് ആണ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. മേ ബി കോണ്ടാക്ട് ഉണ്ടെങ്കിൽ തന്നെ അധികം സംസാരിക്കുന്നില്ല, വളരെ ക്വയറ്റ് എന്ന രീതിക്കാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, എനിവേ പേഴ്സൺ സ്റ്റക്ക് ആണെന്ന് കാണുന്നുണ്ട്. ഐ എം പാരലൈസ്ഡ് വിത്ത് ഫിയർ ആൻഡ് ഡൗട്ട്. ഐ ഡു നോട്ട് നോ ഹൗ ടു മൂവ് ഫോർവേഡ്. ആക്ച്വലി മൂൺ കാർഡിൻ്റെ സെയിം എനർജിയാണ്. സോ പേഴ്സൺ കൺഫ്യൂഷനാണ് കാണിക്കുന്നത്, കൺഫ്യൂഷനാണ്, സ്റ്റക്കായിട്ട് കാണുന്നുണ്ട്. 8 ഓഫ് സോർട്സ് വരുമ്പോൾ സ്റ്റക്കായിട്ടുള്ള ഫീലിംഗ്. അവർക്ക് സിറ്റുവേഷനിൽ സ്റ്റക്ക്, അതായത് അവരുടെ ഫാമിലി തടയുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഒന്നിച്ച് ആവും എന്ന രീതിക്കുള്ള ചിന്ത, എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ പേടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പേടി, ഡൗട്ടൊക്കെ വരുന്നുണ്ട്. മൂൺ കാർഡും സെയിം ആണ് പറയുന്നത്, കൺഫ്യൂഷൻ, ഫിയർ, ഡൗട്ട് ഒക്കെയാണ് പറയുക. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സണിന് തോന്നുന്നത് 8 ഓഫ് സോർട്സ് പറയുമ്പോൾ അവർ സിറ്റുവേഷൻ അങ്ങനെയാണ്, ദാറ്റ് അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടാവാം. ബട്ട് ഇവിടെ ലെറ്റ് മീ ബി യുവർ നൈറ്റ് ഇൻ ഷൈനിങ് ആർമർ എന്ന് പറയുന്നുണ്ട്. അതായത് നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. സോ നിങ്ങളോട് വളരെയധികം അവർക്ക് സ്നേഹമുണ്ട്. അവരുടെ ഉള്ളിൽ ജെന്വിൻ ആയിട്ടുള്ള ഒരു ഫീലിംഗ്, സ്നേഹം എല്ലാം ഉണ്ട് അവർക്ക് നിങ്ങളോട് ഒരു ഓഫറുമായിട്ട് വരണം എന്ന ആഗ്രഹമുണ്ട്. ഐ എം റെഡി, ബ്രിങ് ഇറ്റ് ഓൺ, ഐ വിൽ ഡിഫെൻഡ് ആൻഡ് ഫൈറ്റ് ഫോർ വാട്ട് ഇസ് മൈൻ, യുവർ മൈൻഡ്. 7 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. 7 ഓഫ് വാൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവാം. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടിയിട്ട് ഓക്കെ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ഫൈറ്റ് ചെയ്യേണ്ടി വന്നാലും അവരതിന് തയ്യാറാണ് എന്നാണ് പറയുന്നത്. ബ്രിങ് ഇറ്റ് ഓൺ എന്ന് പറയുന്നത്, ഞാൻ തയ്യാറാണ് ഫൈറ്റ് ചെയ്യാൻ, എന്താണ് പ്രശ്നങ്ങൾ വരുന്നത് എന്നാൽ കുഴപ്പമില്ല, ഞാൻ അതിനെല്ലാം ഫൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, യു ആർ മൈ ഗിഫ്റ്റ് ഓഫ് ലവ്, മൈ വിഷ്, മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ ഹാപ്പിനെസ്, ഐ വിൽ ഓൾവേസ് വോണ്ട് യു. സ്റ്റാർ കാർഡ്. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയാം. ഓക്കെ, ആഗ്രഹം ആക്ച്വലി വിഷിംഗ് വെല്ലിൻ്റെ മേൽ തന്നെയാണ് വന്നത്. ഓക്കെ, അവർ വിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ. ഓക്കെ, നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും ശരി, അവർ നിങ്ങളെ വിഷ് ചെയ്യുന്നുണ്ട്, അവർക്ക് നിങ്ങളെ വേണം എന്ന് തന്നെയാണ്. ഓക്കെ, ഒരു ആഗ്രഹമാണ് അവരുടെ. സ്റ്റാർ കാർഡാണ്. സോ പ്രതീക്ഷയാണ്, നിങ്ങൾ അവരെ ഇൻസ്പയർ ചെയ്യാറുണ്ട്, നിങ്ങൾ അവരുടെ ഒരു പ്രതീക്ഷയാണ്, അവർക്ക് അവരുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾ വേണം എന്ന് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഐ എം ഫീലിംഗ് ഹെവിലി ബേർഡൻഡ് ആൻഡ് ഇറ്റ് ഇസ് വെയിങ് മീ ഡൗൺ. ഓക്കെ, അവർക്ക് കുറച്ച് ബേർഡൻസ് ഉണ്ട് ഇവിടെ. 10 ഓഫ് വാൻസ് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഭാരങ്ങൾ ക്യാരി ചെയ്യുന്നതായിട്ടാണ്. അതിപ്പോൾ എന്ത് കാര്യമാവാം, അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസിൻ്റെ ആയിരിക്കാം. ഓക്കെ, ഫാമിലിയുടെ സ്ട്രെസ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും ടെൻഷൻസ് ആയിരിക്കാം. ബട്ട് ഇവിടെ അവർക്ക് കുറച്ച് ഭാരം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ലൈഫിൻ്റെ ഭാരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകും എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷനായിരിക്കാം. ബട്ട് ഇവിടെ അഗെയിൻ മൈ ലവ് ഫോർ യു ഇസ് ഓവർഫ്ലോയിങ്. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ തന്നെ വളരെ ലൈക്ക് ലവിങ്, നമ്മുടെ ഇതൊക്കെ ഓൾമോസ്റ്റ് സോൾമേറ്റ് അങ്ങനത്തെ കണക്ഷൻസ് കാണിക്കുന്നതാണ്. ഓക്കെ, സോ യെസ്, നിങ്ങളോട് വളരെയധികം സ്നേഹം അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് അഗെയിൻ അവർ പറയുന്ന, പക്ഷേ ഇപ്പോൾ അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്, എന്നാലും ഒരല്പം മാറി നിൽക്കുന്നുണ്ട്. ഐ നീഡ് ടു ബി അലോൺ എന്ന് പറയുന്നുണ്ട്. ഇതിൽ ആക്ച്വലി I want to reflect on our love and the toxicity surrounding me. Okay, I need to find a way to heal and move ahead in a healthy manner with or without you. Okay, ആക്ച്വലി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഈ നമ്മൾ മൈസ് കണ്ടിരുന്നു അല്ലേ, മൈസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ മേ ബി പേഴ്സൻ്റെ ലൈഫിൽ, പേഴ്സൻ്റെ ചുറ്റും ചില നെഗറ്റിവിറ്റി ഉണ്ടാവാം, ടോക്സിക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം, അവരുടെ ലൈഫിലെ എന്തെങ്കിലും സിറ്റുവേഷൻസ്. അപ്പോൾ ആ കാര്യങ്ങളെ പറ്റി പേഴ്സൺ നന്നായിട്ട് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവരിപ്പോൾ ഒരു ചിന്തിക്കുന്ന സ്റ്റേജാണ്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ പിന്നാലെ ചേസ് ചെയ്ത് പോവാതിരിക്കുക. ഓക്കെ, അവനവനെ നിങ്ങൾ കെയർ ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. ചേസ് ചെയ്തിട്ട് അവരെ ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പോയിട്ട് കാര്യമില്ല. ഓക്കെ, അവരെ ആലോചിച്ച് അവർ തീരുമാനം എടുക്കട്ടെ. ഓക്കെ, ബട്ട് അത് പറഞ്ഞിട്ട് നിങ്ങൾ കാത്തിരിക്കുക എന്ന രീതിക്കുമല്ല. സോൾമേറ്റ് ആണ്, കണക്ഷൻ സ്ട്രോങ് ആണ്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾ കരഞ്ഞും വിഷമിച്ചും എത്ര കാലം ഇരിക്കും? ഈ പേഴ്സൺ എന്തെങ്കിലും വരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര കാലം ഇരിക്കും? സോ അതുകൂടി നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, സോ അതിന് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.